ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ്റെ വക്കീൽ ജഡ്ജിയെടുത്ത് പറയുന്നുണ്ട്, മാനസിക വിഭ്രാന്തിയുള്ള ഗീതാഞ്ജലിയുടെ കൂടെ താമസിക്കാൻ ഗോവിന്ദ് മാധവന് ബുദ്ധിമുട്ടുണ്ട്. ഈ കേസിൻ്റെ വിധിയാവുന്നവരെ രണ്ടുപേരെ രണ്ടിടത്ത് താമസിപ്പിക്കണമെന്ന് ഞാൻ കോടതിയോട് അപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള തെളിവുകൾ എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറയുവാട്ടോ ജഡ്ജി. അതിനുശേഷം നമ്മുടെ അതിനുശേഷം നമ്മുടെ വക്കീലാണെന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുകയാണ്. ഗീതാഞ്ജലി ബാംഗ്ലൂർ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്ന സമയത്തുള്ള സമ്മറിയാണ് മാഡം. ഇത് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗീതാഞ്ജലി നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്നും മെൻ്റലി ചെറിയൊരു ഡിസോർഡർ ഉണ്ടെന്നും അതുമാത്രമല്ല സൂയിസൈഡ് അറ്റംപ്റ്റിൻ്റെ ടെൻഡൻസി ഉണ്ടെന്നൊക്കെ താഴത്തെ സമ്മറിയിൽ കാണാം. മാഡം നോക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഇവൾ വീഴും എന്ന് വരുൺ രാധികാമ്മടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, ഒബ്ജെക്ഷൻ യുവർ ഓണർ, എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട് എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ ഗീതു പറയുന്നുണ്ട്, അന്ന് അവിടെ അന്ന് ബാംഗ്ലൂരിലെ ഡോക്ടറെ ഇപ്പോൾ ഇവർക്ക് വിസ്തരിക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ആ ഡോക്ടറെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല യുവർ ഓണർ, ആ ഡോക്ടർ തിരക്കുള്ളൊരു ന്യൂറോ സർജനാണ് എന്ന് പറയുമ്പോൾ ഗീതു അതിൽ കയറി പിടിക്കുക കേട്ടോ. കണ്ടോ മാഡം, ന്യൂറോ സർജൻ എങ്ങനെയാണ് മാഡം എൻ്റെ മാനസിക വിഭ്രാന്തിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യം? അതിനെക്കുറിച്ച് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ സൈക്കാട്രിസ്റ്റ് അല്ലേ എന്നിങ്ങനെ പറയുവാണ്. അതുകൊണ്ട് തന്നെ മാഡം ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ് കേട്ടോ. ഗീതു നേരത്തെ തന്നെ, അതായത് ഇന്ന് രാവിലെ തന്നെ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ അടുത്ത് വിജയലക്ഷ്മി മാഡവും അതുപോലെ തന്നെ ഗീതുവും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഡോക്ടറെ അടുത്ത്, ഡോക്ടർ അന്ന് ഗീതുവിൻ്റെ ഡിസ്ചാർജ് സമ്മറിയിൽ ഗീതുവിൻ്റെ മനോരോഗത്തിൻ്റെ എന്തോ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടായില്ലേ, സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന്. അതിപ്പോൾ ഇവിടെ ജീവിതത്തെ ബാധിച്ചിരിക്കുക. ഗീതുവിൻ്റെ ഗോവിന്ദൻ്റെ രണ്ടാനമ്മയുണ്ടല്ലോ, അവർ ഗീതുക്ക് മനോരോഗം ഉണ്ടെന്ന് വരുത്തി തീർത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണ്ട, അയ്യോ മാഡം ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് അങ്ങനെ കാണിക്കണം നല്ലതായിരിക്കും, അതിനെ വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇവിടെ വരുന്ന എല്ലാ രോഗികളും ICUയിൽ വരുന്ന എല്ലാ രോഗികളും അവരുടെ ഒരു മനസ്സൊന്ന് ശുദ്ധീകരിക്കാനും മനസ്സൊന്ന് ഓക്കെ ആവാൻ വേണ്ടി ഒന്ന് സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പറയും. അത് ആ രീതിയിൽ പറഞ്ഞതല്ലെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, വീഡിയോ അയക്കാം, ഞാൻ തിരക്കിലായതുകൊണ്ട് അവിടെ വരാൻ പറ്റില്ല, വീഡിയോ ആയിട്ട് ഗീതുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ആയിട്ട് പെൻഡ്രൈവിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ആ പെൻഡ്രൈവ് നമ്മുടെ ഗീതു ജഡ്ജിക്ക് കൊടുക്കുകയാണ്. ജഡ്ജി അത് എല്ലാവരുടെ മുമ്പിൽ വിസ്തരിക്കുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അതിൽ ഡോക്ടർ പറയുന്നുണ്ട്, ഗീതുക്ക് മനോരോഗത്തിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇവിടെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നില്ല. ഞാനത് പറഞ്ഞത് വേറൊരു അർത്ഥത്തിലുമല്ല. ഇവിടെ അഡ്മിറ്റ് ആവുന്ന ചില രോഗികൾക്ക് നമ്മൾ അങ്ങനത്തെ ഒരു കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, ആ ഒരു അർത്ഥത്തിൽ മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് ഗീതുവിനെ മനോരോഗിയാക്കിയതൊന്നല്ല ഞാൻ എന്ന് പറയണം. അവിടെ രണ്ടാനമ്മയുണ്ടല്ലോ ഗോവിന്ദൻ്റെ, രണ്ടാനമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അത് മെൻഷൻ ചെയ്തതെന്ന് തന്നെ പറയാം കേട്ടോ. അതിനുശേഷം നേഴ്സും പറയുന്നുണ്ട്, അതെ ഗീതാഞ്ജലി മാഡത്തിന് ഒരു കുഴപ്പമില്ല, 2 ആഴ്ച എൻ്റെ പേഷ്യൻ്റായിരുന്നു ഗീതാഞ്ജലി മാഡം, നല്ലൊരു മാഡമാണ് എന്നൊക്കെ എന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടോ, രാധികാമ്മ പറഞ്ഞിട്ടാണ് ഗീതുവിനൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് ഞാനതിൽ മെൻഷൻ ചെയ്തത്, അത് വേറൊരു അർത്ഥത്തിലല്ലെന്ന് ഡോക്ടർ പ്രത്യേകം അതിൽ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കണ ഗോവിന്ദന് ആകെ തല കൊമ്പിട്ടിരിക്കുകയാണ്. ജഡ്ജിക്കാകെ ചിരി വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ ഗീതാഞ്ജലി പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണം ഗോവിന്ദ് മാധവന് രണ്ടാനമ്മയാണ് മാഡം, രണ്ടാനമ്മ കാരണമാണ് ഇതൊക്കെ തന്നെ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ജഡ്ജിക്ക് ഏറെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി കേട്ടോ. അതിനുശേഷം നമ്മുടെ രാധികാമ്മ ഗോവിന്ദിൻ്റെ വക്കീലെടുത്ത് ഒരു ആക്ഷൻ കാണിക്കണം, രണ്ടാമത്തെ കാര്യം പറയാന്ന്. അത് ജഡ്ജി കാണുന്നുണ്ട്. എന്താ അവിടെ ഒരു കഥകളി നാട്യം എന്ന് പറയുമ്പോൾ, അത് മാഡം ഞാനൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടെന്ന് പറയുമ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട്, തൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തീർന്നില്ലേടോ എന്ന് ഗോവിന്ദിൻ്റെ വക്കീലോട് ചോദിക്കുന്നുണ്ട്. അല്ല മാഡം, ഗീതു ഗോവിന്ദനോട് ഒരു ഭാര്യയുടെ കർത്തവ്യങ്ങളൊന്നും ചെയ്യണില്ല മാഡം എന്ന് പറയുമ്പോൾ ഗീതു പെട്ടെന്ന് ഗോവിന്ദൻ്റെ അടുത്തേക്ക് പോവാം. കണ്ണേട്ടടുത്ത് ഭാരതിയുടെ കർത്തവ്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗോവിന്ദ് ഇല്ല എന്ന് പറയുക കേട്ടോ. അതിനുശേഷം ഗീതു പറയുന്നുണ്ട്, ഇല്ലെന്നോ, ഞാൻ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കോഫി കൊണ്ടും തരാറില്ലേ? ആ തരാറുണ്ട് എന്ന് ഗോവിന്ദ് പറയുന്നുണ്ട്. യോഗ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്. നിങ്ങൾ പണി കഴിഞ്ഞ് വരുമ്പോൾ പൂമുഖവാദിക്കൽ പൂന്തിങ്കളാവുന്നില്ലേ? ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാട്ടുപാടി താരാട്ടുപാട്ടുപാടി ഉറക്കുന്നില്ലേ? ഉണ്ട് എന്ന് ഗോവിന്ദ് പറയുവാണ്. അതിനുശേഷം ജഡ്ജി പറയുന്നുണ്ട്, എടോ ഗോവിന്ദ് മാധവേ, ഇത് ഇത്രയൊക്കെ അല്ലേടോ ഉത്തമ ഭാര്യയുടെ കടമകൾ, ഇതൊക്കെ തന്നെ ഈ കുട്ടി ചെയ്യുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മേഡം ഇത് മാത്രമാണ് ഉത്തമ ഭാര്യയുടെ കടമകൾ എന്ന് ഗോവിന്ദ് ചോദിക്കുകയാണ്. പിന്നെന്താ മെയിനായിട്ട് മറ്റേ സംഭവം ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ജഡ്ജിക്ക് നാണം വരും കേട്ടോ. താനിതെന്താ ചോദിക്കണത്? ഇങ്ങനത്തെ ചോദ്യം ചോദിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ, മേഡം ഞാൻ ഉദ്ദേശിച്ചതേ മനസ്സമാധാനം. അതായിരുന്നു, ഞാൻ വിചാരിച്ചു മനസ്സമാധാനം ഗീതു മാത്രം വിചാരിച്ച് നടക്കില്ല മിസ്റ്റർ, നിങ്ങളും കൂടി വിചാരിക്കണം എന്ന് ജഡ്ജി പറയുന്നുണ്ട് കേട്ടോ.
ആ സമയത്ത് ഗോവിന്ദനെ വീണ്ടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനുശേഷം നമ്മുടെ രാധികാമ്മയ്ക്ക് അങ്ങനെ വേർത്ത് കുളിക്കാട്ടോ. വരുൺ പറയണ്ട, അമ്മ എന്തിനാ ഇവിടെ നിൽക്കണം, നമുക്ക് പോയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഗീതു പറയണ്ട, മേഡം എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി എന്താ, അത് വക്കീൽ വിധി വരാൻ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ബെഡ്റൂമിൽ കിടക്കാനുള്ള അനുമതി തരണം. എന്താ അപ്പോൾ ഗീതാഞ്ജലി ഭർത്താവിൻ്റെ കൂടെ അല്ലേ കിടക്കണത്? അല്ല മേഡം, രണ്ടാനമ്മ കിടക്കാൻ സമ്മതിക്കുന്നില്ല മേഡം. ആ ഒരു അനുമതി കൂടി തരണമെന്ന് പറയുമ്പോൾ കൊള്ളാലോ രണ്ടാനമ്മ. എടോ ഗീതു ഇനി മുതൽ തൻ്റെ ബെഡ്റൂമിൽ കിടക്കും, കേട്ടല്ലോ. ഇതിൻ്റെ വിധി നിങ്ങൾ രണ്ടും രണ്ടായെന്നാണ് വിധിയെങ്കിൽ നിങ്ങൾക്ക് മാറി മാറി നിൽക്കാം. എല്ലാം ഒന്നിച്ചാണെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഒന്നിച്ച് കിടക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് മേഡം എന്നൊക്കെ ഗോവിന്ദ് പറയുമ്പോൾ ഒന്നും പറയണ്ട, ഈ വിധി 10-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗീതു ജഡ്ജിനോട് ചോദിക്കേണ്ട, ജഡ്ജിയെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ നീ ഓവർ സ്മാർട്ടൊന്നും കളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജി അവിടെ നിന്ന് പോവുകയാണെങ്കിലും പിന്നീട് ഗീതുവിനെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. നീ പുറത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് മടുത്തോ എന്ന് അത് കോടതിയൊക്കെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ആ സമയത്ത് ഗീതു പറയണ്ടില്ല മേഡം എന്ന് പറയുമ്പോഴേക്കും നീ കുറച്ച് നിഷ്കുസ് കളിക്കുന്നുണ്ട്, അത് ഞാൻ കോടതിയിൽ ശ്രദ്ധിച്ചു. എന്നാലും നിൻ്റെ പെർഫോമൻസ് അപാരമായിരുന്നു. എൻ്റെ പരിപാടി നീ എല്ലാം കാണുന്നതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിനക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിനക്ക് ഒരു സമ്മാനം തരാം, എൻ്റെ നമ്പറൊന്നും ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മാനമായിട്ട് ഒരു പെൻഡ്രൈവ് കൊടുക്കുവാണ്. ഇതെന്താ മേഡം എന്ന് ഗീതു ചോദിക്കുമ്പോൾ ഇതാണ് പെൻഡ്രൈവ്. ഇതിൽ എൻ്റെ ടി വിയിൽ വരുന്ന പ്രോഗ്രാം ഉണ്ടല്ലേ, അതിൻ്റെ എല്ലാ എപ്പിസോഡും ഉണ്ട്, ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് ഉണ്ട്, നീ ഇതൊക്കെ മനഃപ്പാടമാക്കണം, നിനക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഗീത് ഒരു ചമ്മിയ ചിരിയോടുകൂടി താങ്ക് യു മേഡം എന്ന് പറയുവാണ്. പിന്നെ നീ ഇത്രയും ചോദിച്ചതല്ലേ, നിനക്ക് ഇതിനെക്കുറിച്ച് എന്തൊരു ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എൻ്റെ ഫോൺ നമ്പർ ഇന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. കോടതിന് പുറത്ത് നമ്മുടെ ഗോവിന്ദ് രാധികാമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ അമ്മ ഡോക്ടറെ കൊണ്ട് അങ്ങനെ എഴുതിപ്പിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് ഗീതുവിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അവളെ ഒന്ന് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുവാണ്. അതിനുശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്ക് വേറൊരു സംശയം കൂടിയുണ്ട്, ഗീതുവിൻ്റെ ഒപ്പ് ആരാ ഇട്ടത് എന്ന് പറയുമ്പോഴേക്കും രാധികാമ്മ ആകെ ഞെട്ടുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റൊരു വീഡിയോ